ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നാളെയാണ് നമ്മുടെ സെക്കൻഡ് നെസ്റ്റ് എക്സാം വരുന്നത്. ആദ്യമായി നെസ്റ്റ് എക്സാം എഴുതാൻ വരുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് നാളത്തെ എക്സാം ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുമായിരിക്കും. എക്സാം വരുന്ന സമയം 2 to 3:30 PM ആണ്. ആൻഡ് ദിസ് ഈസ് ആൻ MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ. അത് നിങ്ങൾക്കറിയാം. എന്നാൽ MCQ എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് പല മക്കൾക്കും അറിയില്ലായിരിക്കും. കാരണം നിങ്ങൾ ഓൾറെഡി എഴുതുന്ന ഒരു എക്സാമിനും സബ്ജക്റ്റ് എക്സാംസിനും നമുക്ക് MCQs ആവശ്യമില്ല അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു സൈലത്തിൻ്റെ നമ്മുടെ നെക്സ്റ്റ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിനെ ഫില്ല് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടു സ്റ്റാർട്ട് വിത്ത്, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ആദ്യം നിങ്ങൾ കൊടുക്കാനുള്ളത് നിങ്ങളുടെ റോൾ നമ്പറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 10 ഡിജിറ്റ് റോൾ നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു റോൾ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ സ്പോട്ട് രജിസ്ട്രേഷൻ ആണ് എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ സ്പോട്ട് രജിസ്റ്റർ ചെയ്ത് റോൾ നമ്പർ കരസ്ഥമാക്കാവുന്നതാണ്. അപ്പോൾ റോൾ നമ്പർ കിട്ടി, നിങ്ങൾ ഈ 10 ഡിജിറ്റിൻ്റെ റോൾ നമ്പർ ഇവിടെ എഴുതുന്നു. ഇനി ഈ നമ്പറിന് കറക്റ്റായ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസ് നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ കണ്ടോ 1 എന്ന് പറയുമ്പോൾ ദേ 1 ഞാൻ എന്താ ചെയ്തത്, ഡാർക്കനാണ് ചെയ്തത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളൊരു ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്ത് വേണം ഇത് മാർക്ക് ചെയ്യാൻ. ബ്ലാക്ക് ഓർ ബ്ലൂ ഈസ് ഫൈൻ. പക്ഷേ ഇങ്ക് പെൻസോ ഫൗണ്ടൻ പെൻസോ അതുപോലെ തന്നെ പെൻസിൽസോ യൂസ് ചെയ്യരുത്. ആൻഡ് കറസ്പോണ്ടിങ് നമ്പേഴ്സിൽ തന്നെ നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആരും വിട്ടുപോരുത്. സോ 1 കഴിഞ്ഞു, ഇനി അടുത്ത റോൾ നമ്പർ 2 ആണ്. അപ്പോൾ ഇതാ ഞാൻ 2ൻ്റെ ഇവിടെ മാർക്ക് ചെയ്തു. ദിസ് ഇസ് 3, ദിസ് ഇസ് 4, അങ്ങനെ ഫുള്ളായി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഞാനൊരു പാർഷ്യൽ മാർക്കിംഗ് കൊടുത്തു അല്ലേ. ലൈക്ക് യു ഹാവ് ടു ആക്ച്വലി കംപ്ലീറ്റ് മാർക്ക് ദി ബബിൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഒരിക്കലും നമ്മൾ ബബിളിൽ എന്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിങ്ങനെ ക്രോസ് ഇടുകയോ ടിക്ക് ഇടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ബബിളാണ് ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റ് റോൾ നമ്പർ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കോഡ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ AOB. അത് A ആണെങ്കിൽ Aയുടെ അവിടെ മാർക്ക് ചെയ്യുക, B ആണെങ്കിൽ Bയുടെ അവിടെ മാർക്ക് ചെയ്യുക. രണ്ടും കൂടെ മാർക്ക് ചെയ്യരുത് കേട്ടോ. ഇനി അടുത്തത് നിങ്ങളുടെ സ്ട്രീം. ഓൾറെഡി നിങ്ങൾക്കറിയാം നിങ്ങൾ നീറ്റിന് ആസ്പിറൻ്റ് ആണോ അതോ JEE ആസ്പിറൻ്റ് ആണോ. അതനുസരിച്ച് നിങ്ങൾ നീറ്റ് ആണെങ്കിൽ നീറ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക, JEE ആണെങ്കിൽ JEEയുടെ അവിടെ മാർക്ക് ചെയ്യുക. ഏത് എക്സാം പേപ്പറാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അതനുസരിച്ച് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. ഇവിടെയാണ് നമ്മളെ സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചർ ഇടാനുള്ള സ്പേസ് ആണ്. ദേ ഇവിടെ നിങ്ങളുടെ പേര് നിങ്ങൾ രേഖപ്പെടുത്തുന്നു. തൊട്ട് താഴെയായിട്ട് ഡേറ്റ് ഓഫ് എക്സാം. അപ്പോൾ നാളെയാണ് നമ്മുടെ എക്സാം. ആ എക്സാമിനേഷൻ ഡേറ്റ് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുന്നു. ഫാദേഴ്സ് നെയിം എഴുതാനായിട്ടുള്ള സ്ഥലമുണ്ട് ആൻഡ് മദേഴ്സ് നെയിം എഴുതാനുള്ള സ്ഥലമുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ഫില്ലിംഗ് സ്റ്റേജ്. ഇനി നമുക്കുള്ളത് ആൻസർ മാർക്കിംഗ് ആണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കും MCQ ഫസ്റ്റ് ടൈം എക്സാം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു MCQ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 1, 2, 3 and 4. ഇതിൽ ഒരു ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അഥവാ ഞാനിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരെണ്ണം മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. എനിക്ക് 3 ആണ് കറക്റ്റ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ 3 ആണ് കംപ്ലീറ്റ് ആയി ബബിൾ ചെയ്യാനുള്ളത്. എഗെയിൻ അവിടെ ക്രോസ് ചെയ്യുകയോ ടിക്ക് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ഇനി ചില കുട്ടികൾക്ക് സംശയം വരും, 1 ആണോ 2 ആണോ. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും, 1ഉം 2ഉം കൂടെ മാർക്ക് ചെയ്യാം, ഏതെങ്കിലും കറക്റ്റ് ആണെങ്കിലും മാർക്ക് കിട്ടിയാലോ. ഇല്ല, യു ആർ ഗോയിങ് ടു ഗെറ്റ് നെഗറ്റീവ് മാർക്ക്. നിങ്ങൾ ഡബിൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്രോസ് ചെയ്ത് നെഗറ്റീവ് റെസ്പോൺസ് ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. കാരണം നെഗറ്റീവ് മാർക്കിംഗ് നിങ്ങളുടെ സ്കോർ താഴേക്ക് കൊണ്ടുവരും. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ചില കുട്ടികൾ കുറച്ചൊന്ന് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് ആദ്യം തന്നെ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൃത്യമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക്ലെറ്റിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതി അവിടെ എല്ലാം മാർക്ക് ചെയ്തിട്ട് ഒന്നിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ആൻസർ ഷീറ്റിൽ ചെയ്യാൻ നോക്കും. 90 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ 1 മാർക്ക് ചെയ്തു, 2 മാർക്ക് ചെയ്തു, 3 മാർക്ക് ചെയ്യുന്നതിന് പകരം അതേ ആൻസറിൻ്റെ 4ലാണ് നിങ്ങൾ 2 എന്ന് മാർക്ക് ചെയ്തതെന്ന് വിചാരിക്കാം. പിന്നെ അങ്ങോട്ട് എല്ലാ ആൻസറും താഴേക്ക് വരുന്നത് തെറ്റാൻ പോവുകയാണ്. സോ ലാസ്റ്റ് മിനിറ്റ് മാർക്കിംഗ് പലപ്പോഴും നിങ്ങൾക്ക് മാർക്കിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ കറക്റ്റ് ഉത്തരം ക്വസ്റ്റ്യൻ ബാക്ക്ലെറ്റിൽ എഴുതിയാലും തെറ്റുത്തരം മാർക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസിക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് സൈഡ് നിങ്ങളൊരു 5 ക്വസ്റ്റ്യൻ പേപ്പർ വരെ ചെയ്യാം മാക്സിമം. 5 ക്വസ്റ്റ്യൻ ചെയ്ത ഉടനെ തന്നെ അത് കറക്റ്റായി നോക്കി നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് രേഖപ്പെടുത്തുക. കാരണം നമുക്ക് അവിടെ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ബാക്ക്ലെറ്റിൽ കിട്ടിയോ എന്നുള്ളത് ആരും നോക്കില്ല. നമുക്കിവിടെ ആൻസർ ഷീറ്റിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ
ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു OMR ഷീറ്റിൽ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മേജർ കാര്യങ്ങൾ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നാളത്തെ എക്സാം ആരും മിസ്സാക്കാതെ എല്ലാവരും പോയി അറ്റൻഡ് ചെയ്യുക. ബിക്കോസ് ദിസ് ഇസ് എ സ്കോളർഷിപ്പ് എക്സാം. നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോടുകൂടി സൈലം സ്കൂളിൽ പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഈ നെക്സ്റ്റ് എക്സാം. സോ സീ യു ദേർ.